നമസ്കാരം. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു അരവട്ടനാണോ അതോ മുഴുവട്ടനാണോ എന്ന കാര്യത്തിൽ മാത്രമേ ആളുകൾക്ക് സംശയമുള്ളൂ. അപ്പോഴും ചില സമയത്ത് അയാൾ പറയുന്നത് കാര്യമാണ് എന്ന തരത്തിൽ അയാളെ കൈയടിക്കുകയും അയാൾ പറഞ്ഞത് വെച്ചിട്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാളോട് ഇറാൻ പറഞ്ഞത്രേ ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ പദവി ഏറ്റെടുക്കാമോ എന്നവർ ചോദിച്ചു. ആരോട്? ട്രംപിനോട് ചോദിച്ചു. പക്ഷേ ട്രംപ് അത് നിരസിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ മാപ്രകൾ അയാൾ പറഞ്ഞത് പരിഭാഷപ്പെടുത്തിയപ്പോഴുള്ള വ്യത്യാസമാണോ എന്നറിയില്ല. അയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മാപ്രകൾ നമ്മളോട് പറയുന്നത്. ഇത് കണ്ട അല്ലെങ്കിൽ ഈ വാർത്ത കണ്ടു കഴിഞ്ഞാൽ സുഡാപ്പികൾ അതിൻ്റെ താഴെ നിന്നിട്ട് ഇയാൾക്ക് പ്രാന്താണ്, ഇയാൾക്ക് മുഴുവട്ടാണ്, ഇയാളിങ്ങനെ പലതും പറയും എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതേ മനുഷ്യൻ തന്നെ, ഇതേ ട്രംപ് തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നിർത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ആളുകൾ, ഇതേ സുഡാപ്പികൾ, ഇയാളെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ഇതേ സുഡാപ്പികൾ ട്രംപിന് കീജയ് വിളിക്കുകയും നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുകയും ചെയ്യും. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, നമ്മുടെ രാജ്യത്തെ ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് നമ്മുടെ ഇടയിൽ കഴിയുന്ന ഒരു കൂട്ടർ വെറും മതത്തിൻ്റെ കണ്ണട വെച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ നോക്കിക്കാണുകയും അഭിപ്രായം മാറ്റുകയും നിലപാട് മാറ്റുകയും ചെയ്യുന്ന വിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞു യുദ്ധം അമേരിക്ക ജയിച്ചു, ഇറാൻ തോറ്റു, മര്യാദയ്ക്ക് ഇനി നിങ്ങൾ ഭരണകൂടങ്ങൾക്ക് മാറുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. എവിടെ? യുദ്ധം തീർന്നു? യുദ്ധം തീർന്നില്ല. എത്ര തോറ്റെന്ന് പറഞ്ഞാലും ഇറാൻ എന്ന് പറഞ്ഞ ജനത ഇങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കും. അവരുടെയും സൈന്യവും അവരുടെ ജനങ്ങളും വിചാരിക്കാതെ ഇതിനൊരു അവസാനം ഉണ്ടാവത്തില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വെച്ചൊഴിഞ്ഞു പോയാൽ മതി എന്നായിരിക്കാം ഒരു പക്ഷേ അമേരിക്കയ്ക്ക്. ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. അതിനാൽ രണ്ടിലൊന്നും അറിയാതെ അവർ മാറത്തില്ല. പക്ഷേ അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും വെച്ചൊഴിഞ്ഞു പോകണമെന്നൊക്കെ ആയിരിക്കും. ആ ഒരു അവസ്ഥയിൽ നിന്നിട്ടും ട്രംപ് പറയുന്നത് എന്താ? യുദ്ധം അമേരിക്ക ജയിച്ചു, ഇറാൻ തോറ്റു എന്ന് പറയുമ്പോൾ വീണ്ടും സുഡാപ്പികൾ ട്രംപിനെ ചീത്തയാണ്, തെറിയാണ്, ഇവന് ഭ്രാന്താണ്, ഇങ്ങനെ പലതും പറയും, അതാണ് ഇതാണെന്നൊക്കെ പറയും. അതേ ട്രംപ് തന്നെ ഞാൻ നരേന്ദ്രമോദിയെ വിളിച്ചു, ഫോൺ എടുത്തില്ല, പുള്ളിക്ക് തന്നെ ഭയങ്കര ബഹുമാനമാണ്, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സുഡാപ്പികൾ തന്നെ പോയി ട്രംപിന് കൈയടിക്കുകയും നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുകയും ചെയ്യും. എന്തൊരു വിരോധാഭാസം! ഒന്നുകിൽ അയാൾ പറയുന്നതെല്ലാം പൊട്ടത്തരവും വട്ടത്തരവാണെന്ന് നിങ്ങൾ സമ്മതിക്കുക, അതിൽ തന്നെ സെലക്ട് ചെയ്യുകയാണ് ഇവർ. ഇന്ത്യക്കും മോദിക്കും എതിരെയായിട്ടുള്ള കാര്യം അയാൾ പറയുന്നത് സത്യം, ഇറാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ പറയുന്നതെല്ലാം അയാൾക്ക് ഭ്രാന്ത് പറയുകയാണ്. ഇതാണ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന സുഡാപ്പികളുടെ അവസ്ഥ. ഇവരുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഭാഗ്യത്തിന് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇന്ത്യയിലായിപ്പോയി. അല്ലാതെ മറ്റ് രാജ്യങ്ങളെ പോലെ തോക്കും ബോംബും ഒക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു രാജ്യത്തായിരുന്നെങ്കിൽ ഇവനൊക്കെ നമ്മുടെ ഇടയിലൊക്കെ നിന്നിട്ട് എപ്പം പൊട്ടിത്തെറിച്ചും ചോദിച്ചാൽ മതി. മനസ്സിലായോ? അതായിരുന്നു എൻ്റെ അവസ്ഥ. എന്തോ ഭാഗ്യം കൊണ്ട് നമ്മളൊക്കെ ജനിച്ചതും വളരുന്നതും ഇന്ത്യയിലായിപ്പോയി. അല്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നിന്നിട്ട് ഏതോ ഒരു വട്ടൻ അവിടെ നിന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യത്തെ മോശമായിട്ട് പറയുമ്പോൾ അതിന് കൈയടിച്ചു കൊടുക്കും. എന്നാൽ അതേ വട്ടം തന്നെ ഇറാനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ വട്ടനെ ഇവന്മാരെല്ലാം കൂടെ തെറി വിളിക്കും. ഇവന്മാർക്ക് നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമ സംവിധാനത്തോടോ തെരഞ്ഞെടുപ്പ് രീതിയോടോ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയോടോ സംവിധാനങ്ങളോടോ ഒന്നും യാതൊരു സ്നേഹവും ബഹുമാനവും ആദരവുമില്ല. മറ്റ് മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒതുങ്ങി കഴിയുകയാണ്. അങ്ങനെയുള്ളവന്മാർക്ക് എപ്പോഴെങ്കിലും അധികാരവും ശക്തിയും ഒക്കെ കിട്ടിയാൽ നമ്മുടെ ബാക്കിയുള്ളവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക. അത് ആ വട്ടൻ അമേരിക്ക കിടന്ന് പറയുന്നുള്ളൂ, നമുക്ക് വലിയ ശല്യമൊന്നുമില്ല എന്ന് വെക്കാം. ഇപ്പോൾ ഇറാൻ്റെ നെഞ്ചത്ത് കയറിയത് പോലെ എന്തായാലും നിലവിലുള്ള ഇന്ത്യയുടെ ഒരു ശക്തി വെച്ചിട്ട് അമേരിക്ക എന്നല്ല ഒരു രാജ്യവും ഇങ്ങോട്ട് ചൊറിയാൻ വരില്ല. ആ കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പാണ്. അതിനി നരേന്ദ്രമോദിയെ അങ്ങേയറ്റം വെറുക്കുന്ന ആളാണെങ്കിൽ കൂടിയും എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ബോധ്യമാണ്, ഇന്ത്യ പഴയ ഇന്ത്യ ഒന്നുമല്ല. ഒരു ഇറാനെ പോലെയൊന്നും അല്ലെങ്കിൽ എന്താ പറയുക, പലസ്തീനിലെ ഗാസ ചെന്നടിക്കുന്ന പോലെയോ ഹിസ്ബുള്ളിൽ ചെന്നടിക്കുന്ന പോലെയോ ഒന്നും ഒരു രാജ്യവും നമ്മളോട് ചൊറിയാൻ വരില്ല. പാകിസ്ഥാനെ ഒന്നും നമ്മളൊരു ശത്രുവായിട്ട് പോലും ഇപ്പോൾ കണക്കാക്കുന്നില്ല. ചൈനയ്ക്ക് മേലോട്ടുള്ളവരെ മാത്രമേ നമ്മളോട് മുട്ടാൻ കഴിവുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഇപ്പോൾ ഗണിക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ നിന്നിട്ട് കൂടി ഇവിടെ നിൽക്കുന്ന ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് നമ്മുടെ ഇടയിൽ കഴിയുന്നവന്മാർ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ കാണുന്നത് എന്ന് ഓർത്ത് നോക്കുക. അവർ ഈ ഇറാന് വേണ്ടിയിട്ട് അന്നം തരുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരിക്കൽ പാടി പുകഴ്ത്തിയ രാജ്യത്തെ വരെ അവർ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദിയുടെ ഈ ഇനിയത്തെ കിരീടാവകാശി ഉണ്ടല്ലോ, MBS മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറഞ്ഞ ആളെ കഴിഞ്ഞ ദിവസം ഇവർ ഒരുപാട് ചീത്തയായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ എന്താ, ഇറാനെ നിരായുധീകരിക്കണം എന്ന് പറഞ്ഞു. അതായത് അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങൾക്കൊക്കെ ഇറാൻ ഭീഷണിയാണ് എന്ന തരത്തിലാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതിന് അങ്ങേരെ ചീത്തയാണ്. ഇതേ സുഡാപ്പികൾ തന്നെ അങ്ങേരെ തെറിവിളിയും മറ്റുമൊക്കെയാണ് നടത്തിക്കൊണ്ടത്. അപ്പം പിന്നെ നരേന്ദ്രമോദി ഇവർ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതവിടെ വരുമ്പോൾ കൂടിയ തീവ്രതയും കുറഞ്ഞ തീവ്രതയും തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് കൂടിയ തീവ്രതയായിട്ടുള്ള ഇറാൻ്റെ കൂടെ അവർ നിൽക്കുന്നത്. അതായത് ഈ സൗദി അവിടെ തീവ്രവാദ സംഘടനകളൊന്നും അവർ അനുവദിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു സംഘടനകൾക്ക് അവർ ലൈസൻസും കൊടുക്കില്ല, പ്രവർത്തന അനുമതിയും കൊടുക്കില്ല. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഭരണകൂടം തന്നെയായിരിക്കും ആദ്യം അവന്മാർ അടിച്ചു വെളിയിൽ കളയുന്നത്. അതിനുശേഷം മതം അത് ഏറ്റെടുക്കും. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപുരോഹിതരായിട്ടുള്ളവരായിരിക്കും. ഇപ്പോൾ ഇറാനിലുണ്ടായിരുന്ന പോലെ പരമാധികാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനം ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ പാരമ്പര്യമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നതൊന്നും ഇവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. അതിനാൽ തന്നെ ഒരു തീവ്രവാദ സംഘടനയും സൗദിയോ UAE കുവൈറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു രാജ്യങ്ങളും അനുവദിക്കില്ല. അതിവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അവർ മതത്തിൻ്റെ ആ തട്ടിലെടുത്ത് വെച്ച് അത് തൂക്കി നോക്കുമ്പോൾ തീവ്രത ഏതിനാണോ കൂടുതൽ അങ്ങോട്ടേക്കാണ് ചായ്വുന്നത്. അതുകൊണ്ടാണ് അവർ ഇറാന് സപ്പോർട്ട് ചെയ്യുകയും സൗദിയെ എതിർക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്തൊന്നും ഇല്ലാത്ത
രാജ്യമാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു വിഷയമേ അല്ല. അതിൻ്റെ ഇടയ്ക്ക് മധ്യസ്ഥം പിടിക്കാനും നമ്മൾ പോകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് മധ്യസ്ഥം പിടിക്കുന്നില്ല എന്ന ചോദ്യം വന്നു കഴിഞ്ഞപ്പം വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇടനില പിടിച്ച് ദല്ലാൽ പണി എടുത്ത് കമ്മീഷൻ അടിക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്നാണ് പറഞ്ഞത്. അത് വേണമെങ്കിൽ പാകിസ്ഥാൻ ചെയ്തോട്ടെ, പാകിസ്ഥാൻ ഇടനില നിൽക്കുകയോ കമ്മീഷൻ അടിക്കുകയോ ചെയ്തോട്ടെ. എന്തായാലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് പോയി അവരുടെ എന്താ പറയുക, അവർ ക്ഷണിക്കാതെ വലിഞ്ഞു കയറി അങ്ങോട്ടേക്ക് ചെന്ന് അതിൻ്റെ ഇടയ്ക്ക് ദല്ലാൽ പണി ചെയ്ത് കമ്മീഷൻ അടിക്കേണ്ട ഗതികേടൊന്നും ഇന്ത്യക്കില്ല. അങ്ങനെ ഗതികേടുള്ളവർ ചെയ്യട്ടെ. അതല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും ആവശ്യപ്പെടണം ഇന്ത്യ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇടനിലയായിട്ട് നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ആവശ്യപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തിനോ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ അതുപോലുള്ള അതിന് അർഹതപ്പെട്ട യോഗ്യരായിട്ടുള്ളവർക്ക് പോവാം. അല്ലാതെ അവരവിടെ കിടന്ന് യുദ്ധം ചെയ്യുന്നു. ഇത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം ഇവിടെ ജനങ്ങൾക്ക് ഗ്യാസിന് ക്ഷാമം ഉണ്ടാക്കാതെ ഇരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക, പെട്രോൾ കിട്ടാനുള്ള ലഭ്യത കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക. അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടെ നിന്ന് ലഭിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുക. അത് നമ്മുടെ ഭരണാധികാരികൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കും ഈ പടകളുടെ ഇതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഈ വട്ടൻ അവിടെ കിടന്നുകൊണ്ട് ഓരോന്ന് പറയുന്നതനുസരിച്ച് ഇവന്മാർ അയാൾ പറയുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടിരിക്കുക. അയാൾ നരേന്ദ്രമോദിക്കും ഇന്ത്യക്കെതിരും പറഞ്ഞാൽ അയാൾ നല്ലവനാണ്, അയാൾ പറഞ്ഞത് സത്യമാണ്. അയാൾ ഇറാനും ഏതെങ്കിലും മുസ്ലിം ഭരണാധികാരിക്കെതിരെയാണ് പറയുന്നതെങ്കിൽ അയാൾ വട്ടനാണ്. നമുക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ. അയാൾ നമ്മളെക്കെതിരെ പറഞ്ഞാലും ശരി, അയാൾ ഇറാനെതിരെ പറഞ്ഞാലും ശരി, അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം അയാൾക്ക് തലയ്ക്ക് ശരിയല്ലാത്തതുകൊണ്ട് മാത്രമാണ്. കുറേ കാലമായിട്ട് നമുക്കറിയാം ഇത്തരക്കാരെ നമുക്ക് വളരെ പെട്ടെന്ന് പിടി കിട്ടും. കാരണം ഇവിടെ തന്നെ ഒരു അര വട്ടനുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഒരു അര വട്ടനുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഭരണകൂടവും അതുപോലെ പ്രതിപക്ഷവും ഭരണകക്ഷി എല്ലാവരും കൂടി സർവ്വകക്ഷി യോഗം ചേർന്നുണ്ടായിരുന്നു. അപ്പോൾ സർവ്വകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. പുള്ളിയോടെ ചേരണം. എന്തിനാണ് സർവ്വകക്ഷി യോഗം ചേർന്നത്? ഇപ്പോൾ അവിടെ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്താണ് പ്രതിവിധി? ഇതിന് ഈ എല്ലാ കക്ഷികളുടെയും നേതാക്കളുടെ അഭിപ്രായം ആരായാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇയാൾ പോയില്ല, രാഹുൽ ഗാന്ധി പോയില്ല. അയാൾ നേരെ ഇവിടെ കേരളത്തിൽ എന്തോ ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഇവിടെ വന്നിട്ട് അയാളുടെ അമ്മ അവിടെ ആശുപത്രിയിൽ. അപ്പോൾ അവിടെ രാത്രി നോക്കാൻ വന്ന നേഴ്സ് മലയാളിയാണ്. അവർ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും റൂമിൽ വരും, നോക്കുന്നു, സ്നേഹത്തോടെ നോക്കുന്നു. അത് മലയാളിയാണ്. അതുകൊണ്ട് ഈ ഒരു സ്നേഹമാണ് നമുക്കിത് ഇവിടെ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇയാൾ ആകെപ്പാടെ അരമുക്കാൽ മണിക്കൂർ മാത്രമാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അയാൾ അവിടെ സോണിയയെ പോയി കണ്ടു, തിരിച്ചുപോയി. ഇത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അയാൾ ഇവിടെ വന്ന് പറയുന്നത് അയാൾ ഫുൾ ടൈം സോണിയാഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ്. ഒന്നാമത് നാക്കെടുത്ത കള്ളം മാത്രമേ ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഈ കണാപ്പൻ പറയുകയും ചെയ്യുകയും ചെയ്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ സർവകക്ഷി യോഗത്തിൽ പോലും പുള്ളി പങ്കെടുത്തില്ല. അപ്പോൾ ഇയാൾ കാണിക്കുകയും ചെയ്യുന്നത് ഒക്കെ നമുക്കറിയാം. ഇയാളൊരു അരവട്ടനാണ് എന്ന് നമുക്ക് അനുഭവം ഉള്ളതാണ്. അപ്പോൾ അതിലും കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയ ഐറ്റമാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ നമുക്കറിയാം അയാൾ ഈ ഓരോ സമയത്തും പറയുന്ന കാര്യങ്ങൾ അടുത്ത സെക്കൻഡിൽ മാറ്റി പറയും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് നമുക്കറിയാം. നമ്മളതുകൊണ്ട് ഇതിനെല്ലാം ഒരേ തോതിൽ തന്നെയാണ് കാണുന്നത്. എന്നാൽ സുഡാപ്പികളോ ഇന്ത്യക്ക് നരേന്ദ്രമോദിക്കെതിരെ പറയുന്നതല്ല, അയാൾ ബോധത്തോടെ പറയുന്ന അയാൾ പറഞ്ഞ സത്യമാണ്. ഇറാനെതിരെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വട്ടാണ്, ഭ്രാന്താണ് എന്ന രീതിയിലാണ് കാണുന്നത്. ഇവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഭ്രാന്താവാതെ നിൽക്കുന്നത് നമ്മുടെ ഭാഗ്യം.